പുന്നത്തറ സെന്റ് തോമസ് കാനായ കത്തോലിക്ക പഴയ പള്ളിയിൽ സവിശേഷ കുട്ടികളുടെ സംഗമം സംഘടിപ്പിച്ചു. സെന്റ് തോമസ് പള്ളിയുടെ ചതുർശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സംഗമം സംഘടിപ്പിച്ചത്. സംഗമം KCC അതിരൂപത പ്രസിഡന്റ് ബാബു പറമ്പടത്ത് മലയിൽ ഉദ്ഘാടനം ചെയ്തു. സവിശേഷ സ്വഭാവമുള്ള കുട്ടികളിൽ പലരും കലാകായിക രംഗങ്ങളിലും മറ്റും വലിയ കഴിവുകൾ ഉള്ളവരാണെന്നും അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കേണ്ട കടമ അവരുടെ രക്ഷകർത്താക്കളുടെ മാത്രമല്ല എന്നും സമൂഹത്തിന്റെ കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. പല പല ഭിന്നശേഷിക്കാരായ ആളുകൾ നേടിയിട്ടുള്ള കഴിവുകളും അവരുടെ അഭിവൃദ്ധികളൊക്കെ ധാരാളം വീഡിയോകളിലും പത്രങ്ങളിൽ കാണുന്നുണ്ട്. ഇത്തരം കഥകളും ചിത്രങ്ങളും ഒക്കെ ഇവരെ കാണിച്ചു കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക. ഇത് കുടുംബത്തിലും സമൂഹത്തിലും സർക്കാർ തലത്തിലുമൊക്കെ പലവിധത്തിലുള്ള അവഗണനകളും അവർ നേരിടുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം മറികടന്ന് അവർക്ക് മുന്നോട്ട് വളരണമെന്നും വിജയിക്കണം ആഗ്രഹമുണ്ട്. നമുക്കിവരെ കാണുമ്പോൾ സഹതപിക്കാൻ എല്ലാവർക്കും പറ്റും. സഹതാപമല്ല അവർക്ക് ആവശ്യം. അവർക്ക് അഭിമാനത്തോടെ വളരാനുള്ള, അഭിമാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യമാണ് ഓരോ ഭിന്നശേഷിക്കാരനും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ തരത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ക്രമീകരണം നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സവിശേഷ കഴിവുകളുള്ള കുട്ടികളുടെ പുനരധിവാസത്തിൽ പ്രത്യേക പാക്കേജുകൾ തയ്യാറാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാരിഷ് ഹാളിൽ നടന്ന സംഗമത്തിൽ പള്ളി വികാരി ഫാദർ ജെയിംസ് ചെരുവിൽ അധ്യക്ഷനായിരുന്നു. ആദ്യ കാലങ്ങളിൽ നടത്താനിരുന്ന ഒരു പ്രോഗ്രാമാണ് സവിശേഷ ബുദ്ധിയുള്ള ഈ കുട്ടികളുടെ ഒത്തുചേരൽ. പക്ഷെ അത് പല കാരണങ്ങളാൽ അന്ന് നടത്തുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് ഇനി ഒത്തിരി താമസിക്കാതെ തന്നെ നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മളിന്ന് ഇതിവിടെ നടത്തിയിരിക്കുന്നത്. ഇവിടെയുള്ള മുക്കാലും കുട്ടികൾ നമ്മളിവിടെ സ്ഥിരമായിട്ട് കാണുകയും കേൾക്കുന്നവരാണ്. വളരെ ചുരുക്കം പേര് മാത്രമേ നമുക്ക് പരിചയമില്ലാത്തവരുള്ളൂ. ഇങ്ങനെയുള്ളവരെ ഒരുമിച്ച് കൂട്ടുകാനായിട്ട് ഒരു വേദി ഒരുക്കുക, അവരെ പരിചയപ്പെടുത്തുക, അവരുടെ മാതാപിതാക്കളെ പരിചയപ്പെടുത്തുക, അവരെ അംഗീകരിക്കുക, അവരുടെ ഈ പ്രത്യേകമായിട്ടുള്ള സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തൊക്കെയാണ് ഈ ഒരു ഒത്തുചേരലിൻ്റെ പ്രത്യേകമായ ലക്ഷ്യം. സവിശേഷ കഴിവുള്ള കുട്ടികളെ മാറ്റി നിർത്താതെ അവർക്ക് വേണ്ടി ജീവിക്കുന്ന രക്ഷകർത്താക്കൾ ഏറെ ബഹുമാനിക്കപ്പെടേണ്ടവരാണെന്ന് ഫാദർ ജെയിംസ് ചെരുവിൽ ഓർമ്മിപ്പിച്ചു. വിശിഷ്ട അതിഥിയായി എത്തിയ ഏറ്റുമാനൂർ സാൻജോ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അനുപമ SJCയെ ചടങ്ങിൽ ആദരിച്ചു. ആദ്യമായി തന്നെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ ചതുർശതാബ്ദിയോടനുബന്ധിച്ച് ഈ പുന്നത്തറ പഴയ പള്ളിയിൽ ഇങ്ങനെയുള്ളൊരു സംഗമം നടത്തുവാനായി ആരുടെ മനസ്സിലാണോ അത് ഉദിച്ചത് അവരെ ഞാൻ വീണ്ടും അഭിനന്ദിക്കുന്നു. കാരണം ഇങ്ങനെയൊരു സംഗമം നടന്നതായി ഞാൻ കേട്ടിട്ടില്ല. നമ്മുടെ ഇടവകയിൽ, നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ, അതായത് ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾ ഏറെയുണ്ട്. അവരെ പരിഗണിക്കാനോ അതുപോലെ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനോ നമുക്കാർക്കും സമയമില്ല, സൗകര്യമില്ല, സന്മനസ്സില്ല. എങ്കിലും ആ ഒരു ഇതിനെ മുൻനിർത്തിക്കൊണ്ട്, ആ ഒരു ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പുന്നത്തറ ഇടവകയിൽ ഇങ്ങനെയൊരു സംഗമം സംഘടിപ്പിച്ച നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു. യോഗത്തിൽ ചതുർശതാബ്ദി ആഘോഷ ജോയിന്റ് കൺവീനർ ബിനു സ്റ്റീഫൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബിബീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ചതുർശതാബ്ദിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഏറ്റവും സുന്ദരമായ ഒരു സംഗമത്തിലാണ് നാം ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ള കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ഉണ്ട്. 400 വർഷത്തിൻ്റെ പഴമയും പാരമ്പര്യവുമുള്ള പുന്നത്തറ പഴയ പള്ളി അതിൻ്റെ ചതുർശതാബ്ദി ആഘോഷിക്കുമ്പോൾ ദരിദ്രരും രോഗികളുമായിട്ടുള്ളവർക്ക്, വാസയോഗ്യമായ വീടില്ലാത്തവർക്ക് ആശ്വാസം പകരുന്ന ഒട്ടനവധി പരിപാടികൾ അതിനുള്ള പദ്ധതികൾ നമ്മൾ ഇവിടെ നടപ്പിലാക്കി വരികയാണ്. സംഗമത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. കുട്ടികളുടെ കലാപരിപാടികളും മജീഷ്യൻ ബെൻ കുറവലിങ്ങാറിന്റെ മാജിക് ഷോയും അരങ്ങേറി.